നമസ്കാരം. അമൃതകൃപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റോഷ്ന ഗോവിന്ദ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണമായി കണ്ടുവരുന്ന വെറ്റിലയെ പറ്റിയാണ്. വെറ്റിലയുടെ സംസ്കൃത നാമം താമ്പൂലം എന്നാണ്. കുരുമുളകിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഇനം വള്ളിച്ചെടി തന്നെയാണ് വെറ്റില. വെറ്റിലയുടെ സയൻറ്റിഫിക് നാമം പൈപ്പർ ബീറ്റിൽ എന്നാണ്. വെറ്റില നമ്മൾ സാധാരണമായി എല്ലാവരും വെറ്റില മുറുക്കുന്നത് വളരെ ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രാചീന കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു ശീലം തന്നെയാണ് ദിവസേന ഈ വെറ്റില മുറുക്കുക എന്നത്. പുകയിലയുടെ കൂടെ വെറ്റില മുറുക്കുന്നത് മാത്രമേ അപകടകരമായിട്ടുള്ളൂ. എന്നാൽ വെറ്റില ആവശ്യാനുസരണം ഇല ചവച്ച് അതിൻ്റെ നീരിറക്കുന്നതോ അതേ അടയ്ക്കയുടെ കൂടെയോ ചുണ്ണാമ്പിൻ്റെ കൂടെയോ കഴിക്കുന്നത് നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി നോക്കാം. നമ്മളെല്ലാവരും സാധാരണമായി കണ്ടുവരുന്ന ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എണ്ണയാണ് മുറിവെണ്ണ, അല്ലേ? മുറിവെണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് തന്നെ വെറ്റിലയാണ്. വെറ്റിലയ്ക്ക് രോപണം എന്നുള്ളൊരു ആക്ഷനാണുള്ളത്. അതായത് മുറിവ് ഉണ്ടായ അവിടെ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് വെറ്റില. അതേപോലെ തന്നെ വെറ്റില നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏലക്കായുടെ തരി, ഗ്രാമ്പൂ പോലുള്ളവയോടുകൂടി 2 മണി ഇതെടുത്ത് 2 വെറ്റിലയിൽ വെച്ച് ചവച്ച് അതിൻ്റെ നീരിറക്കുന്നത് നമ്മുടെ വായ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ, നാവിനുള്ള പ്രശ്നങ്ങളായാലും പല്ലിനുള്ള പ്രശ്നങ്ങളായാലും വായനാറ്റം പോലുള്ള ബുദ്ധിമുട്ടുകളായാലും പരിഹരിക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ വെറും വെറ്റിലയുടെ നീര് ചവച്ച് ഇറക്കുന്നത്, ചവച്ച് തുപ്പലാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം. നീര് ചവച്ച് ഇറക്കുന്നത് വയറിനകത്തുള്ള പുണ്ണുകളെ ആറാനും നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റിയുടെ കണ്ടന്റ് ഡൈജഷൻ കറക്റ്റ് ചെയ്യാനും വളരെയധികം നമ്മളെ സഹായിക്കുന്നു. ചുണ്ണാമ്പിൻ്റെ കൂടെ വെറ്റില കഴിക്കുകയാണെങ്കിലോ അത് നമ്മുടെ ശരീരത്തിലെ ആസിഡ് കണ്ടന്റ് ബാലൻസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി ഇല്ലാതെ സഹായിക്കാനും നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷയിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പതിവാണ് വെറ്റില താമ്പൂല ചർവണം എന്നുള്ളത്. അതിൻ്റെയും ഉപയോഗം ഇത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആ സമയത്ത് സ്ത്രീകളിൽ ഡൈജഷൻ വളരെ പുവർ ആയിട്ട്, അതായത് വീക്കായിരിക്കും. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വെറ്റില നീര് കൊണ്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നവജാത ശിശുവിലായാലും പൊക്കിളിന് ചുറ്റും വെറ്റില വാട്ടിയിടുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതും ഉദരത്തിൽ ഉണ്ടാവുന്ന ഈ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും മറ്റും പരിഹരിക്കാൻ വളരെയധികം സഹായിക്കുന്നു. നന്ദി.